ഓം ഗുരുബ്രഹ്മ ഗുരുവിഷ്ണു ഗുരുദേവോ മഹേശ്വരഃ ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഈ വേദിയിൽ സന്നിഹിതരായിരിക്കുന്ന ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റിൻ്റെ സമാരാധ്യനായ അധ്യക്ഷൻ ബ്രഹ്മശ്രീ സച്ചിദാനന്ദ സ്വാമികൾ, ധർമ്മസംഘം ട്രസ്റ്റിൻ്റെ ട്രഷറർ ശ്രീമദ് ശാരദാനന്ദ സ്വാമികൾ, SNBP യോഗത്തിൻ്റെ ബഹുമാന്യനായ പ്രസിഡന്റ് ശ്രീ വിജീഷ്, സെക്രട്ടറി ശ്രീ മുകുന്ദൻ, പൂജനീയരായ ധർമ്മസംഘ അംഗങ്ങളെ, സ്നേഹസമ്പന്നരായ സ്നേഹനിധികളായ ഗുരുഭക്തരെ, സഹോദരി സഹോദരന്മാരെ, SNBP യോഗത്തിൻ്റെയും ഗുരുധർമ്മ പ്രചാരണ സഭയുടെയും മറ്റ് ശ്രീനാരായണ പ്രസ്ഥാനങ്ങളുടെയും ഭാരവാഹികളെ, പ്രവർത്തകരെ, നിങ്ങൾക്ക് ഏവർക്കും എൻ്റെ സ്നേഹ നിർഭരമായ പ്രണാമം ആദ്യമായി അർപ്പിക്കട്ടെ. ഇന്ന് നാം ഇവിടെ ഒത്തുചേർന്നിരിക്കുന്നത് ശ്രീനാരായണ ധർമ്മസംഘം എന്ന സന്യാസി സംഘത്തിന് ശ്രീനാരായണ ഗുരുദേവൻ നിലവിളക്ക് കൊളുത്തി സംസ്ഥാപനം ചെയ്ത ദിനത്തിലാണ്. 1928 ജാനുവരി മാസം 9-ാം തീയതി വൈകിട്ട് 8 മണിക്കാണ് ഈ പ്ലാവിൻ ചുവട്ടിൽ വെച്ച് നിലവിളക്ക് കൊളുത്തി ശ്രീനാരായണ ധർമ്മസംഘം എന്ന പ്രസ്ഥാനത്തിന് ശ്രീനാരായണ ഗുരുദേവൻ രൂപം നൽകിയത്. ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗത്തിൻ്റെയും ശ്രീനാരായണ ധർമ്മ സംഘത്തിൻ്റെയും അധ്യക്ഷനായി ശ്രീനാരായണ ഗുരുദേവൻ നിൽക്കുകയും ഇരിക്കുകയുമൊക്കെ ചെയ്തിട്ടുണ്ട്. ശ്രീനാരായണ ഗുരുദേവൻ്റെ നാമധേയത്തിൽ പ്രവർത്തിക്കുന്ന എല്ലാ പ്രസ്ഥാനങ്ങളുടെയും ആത്യന്തികമായ ലക്ഷ്യം ശ്രീനാരായണ ഗുരുദേവൻ സാമൂഹിക നന്മയ്ക്ക് വേണ്ടി, സാമൂഹികമായ പുരോഗതിക്ക് വേണ്ടി, മനുഷ്യനായി ജീവിക്കുവാൻ വേണ്ടി ഈ സമൂഹത്തിന് നൽകിയ മഹത്തായ ഉപദേശങ്ങളെയും ഉദ്ബോധനങ്ങളെയും തത്വസംഹിതകളെയും സ്വാംശീകരിക്കുക, അത് ഹൃദയം കൊണ്ട് ഏറ്റുവാങ്ങുക, അത് മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുക, അങ്ങനെ സോദരത്വേന വാഴുന്ന ഒരു സാമൂഹിക സൃഷ്ടി നിലനിർത്തുക, അത് സ്ഥാപിക്കുക എന്ന ഒരു വലിയ ലക്ഷ്യമായിരുന്നു ശ്രീനാരായണ ഗുരുദേവന് ഉണ്ടായിരുന്നത്. മറ്റ് ആധ്യാത്മിക ആചാര്യന്മാരിൽ നിന്നും വ്യത്യസ്തമായി ഗുരുവിന് കണ്ടെത്തുവാൻ കഴിഞ്ഞ ആത്മീയ ദർശനത്തിൻ്റെ വെളിച്ചത്തിൽ കേവലം ധ്യാനത്തിൻ്റെയും മൗനത്തിൻ്റെയും പാതയിലേക്ക് പോകാതെ ധ്യാനത്തിലും മൗനത്തിലും നിന്നുകൊണ്ട് സമൂഹത്തിലേക്ക് കണ്ണോടിക്കുവാനും, സമൂഹത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള സങ്കുചിത വിഭാഗീയ ചിന്തകൾ അലട്ടുന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള സങ്കുചിത വിഭാഗീയ ചിന്തകൾക്കൊരു തിരുത്തൽ ശക്തിയായി നേർവഴിക്ക് നയിക്കുവാൻ ഉതകുവാറുള്ള കർമ്മ പദ്ധതികളും ഉപദേശങ്ങളും ഉത്ബോധനങ്ങളുമാണ് ശ്രീനാരായണ ഗുരുദേവൻ നിർവഹിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്കൊരു തിരുത്തൽ ശക്തിയായി സംഘടന കൊണ്ട് ശക്തരാകുവാൻ ശ്രീനാരായണ ഗുരുദേവൻ ഈ സമൂഹത്തെ ഓർമ്മപ്പെടുത്തിയത്. സംഘടിതമായ പ്രവർത്തനത്തിലൂടെ, സംഘടിതമായ ശ്രമത്തിലൂടെ മാത്രമേ മാനവ സമൂഹത്തിൻ്റെ ന്യായമായ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുവാൻ കഴിയുള്ളൂ, ന്യായമായ ആവശ്യങ്ങൾ നേടിയെടുക്കുവാൻ കഴിയുള്ളൂ എന്ന് ദീർഘദർശിയായ ശ്രീനാരായണ ഗുരുദേവൻ മനസ്സിലാക്കിയിരുന്നു. അതുകൊണ്ട് സംഘടന കൊണ്ട് ശക്തരാകുവാൻ ശ്രീനാരായണ ഗുരുദേവൻ ഉദ്ബോധിപ്പിക്കുകയുണ്ടായി. ഗുരുവിൻ്റെ ഉത്ബോധനങ്ങൾ ശിരസാ വഹിച്ചുകൊണ്ട് നമ്മുടെ സംസ്ഥാനത്ത് മാത്രമല്ല, ഇന്ത്യ രാജ്യത്ത് മാത്രമല്ല, ലോകത്ത് എമ്പാടും വിരലിലെണ്ണിയാൽ ഒടുങ്ങാത്ത വിധത്തിലുള്ള പ്രസ്ഥാനങ്ങൾ ഗുരുവിൻ്റെ നാമധേയത്തിൽ സമാരംഭിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തു വരുന്ന ഒരു വർത്തമാന സാഹചര്യത്തിലാണ് നാം ഇന്നിവിടെ ഒത്തുചേർന്നിരിക്കുന്നത് എന്നുകൂടി സൂചിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്.
ശ്രീനാരായണ ധർമ്മ സംഘത്തെ സംബന്ധിച്ച് പരാമർശിക്കപ്പെടുമ്പോൾ ശ്രീനാരായണ ഗുരുദേവന്റെ സന്യസ്ത ശിഷ്യ സമൂഹത്തെ ഒന്നിച്ചു നിർത്തിക്കൊണ്ട് ഒരു സംഘടിത രൂപം നൽകിക്കൊണ്ടാണ് ശ്രീനാരായണ ധർമ്മ സംഘത്തിന് ശ്രീനാരായണ ഗുരുദേവൻ രൂപം നൽകിയത്. 98ാമത് സ്ഥാപക ദിനത്തിലാണ് നാം ഇന്ന് ഇവിടെ ഒത്തുചേരുന്നത്. ഈ സ്ഥാപക ദിനത്തിൽ നാം ഒത്തുചേരുമ്പോൾ ഇന്ന് നമ്മുടെ സമൂഹം നേരിടുന്ന വാദങ്ങളും വിവാദങ്ങളുമൊക്കെ ഒട്ടേറെ സമൂഹത്തിൽ ഉയർന്നു വരുന്ന ഒരു പശ്ചാത്തലത്തിലാണ് നാം ഇവിടെ ഒത്തുചേർന്നിരിക്കുന്നത്. ശ്രീനാരായണ ധർമ്മ സംഘത്തെ സംബന്ധിച്ചിടത്തോളം ശ്രീനാരായണ ഗുരുദേവന്റെ ആധ്യാത്മിക അടിത്തറയിൽ നിന്നുകൊണ്ട് തന്നെ വിശ്വാസ സമൂഹത്തെ നേർവഴിക്ക് നയിക്കുക, അന്ധവിശ്വാസങ്ങളിൽ നിന്നും അനാചാരങ്ങളിൽ നിന്നും മാറ്റിമറിച്ചുകൊണ്ട് നേർവഴിക്ക് നയിക്കുവാനുള്ള ചരിത്രപരമായ കടമയാണ്, ചരിത്രപരമായ ദൗത്യമാണ് ഇന്ന് ശ്രീനാരായണ ധർമ്മ സംഘം ഏറ്റെടുത്തിട്ടുള്ളത് എന്ന് ആമുഖമായി സൂചിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കാരണം സമൂഹത്തിൽ നിലനിന്നിരുന്ന ഉച്ചനീചത്വങ്ങൾക്കെതിരെ, അശാസ്ത്രീയമായ ധാരണകൾക്കെതിരെയാണ് ശ്രീനാരായണ ഗുരുദേവൻ പ്രവർത്തിച്ചിട്ടുള്ളത്. ഇവിടുത്തെ ബഹുഭൂരിപക്ഷം വരുന്ന ജനവിഭാഗത്തെ ജാതിയുടെയും മതത്തിൻ്റെയും വർഗത്തിൻ്റെയും വർണ്ണത്തിൻ്റെയും ദേശത്തിൻ്റെയും ഭാഷയുടെയും പേരിൽ ജീവിതത്തിൻ്റെ മുഖ്യധാരയിൽ നിന്നും ആട്ടിപ്പായച്ച ഒരു സ്ഥിതിവിശേഷത്തിലാണ് ശ്രീനാരായണ ഗുരുദേവൻ ഗുരുവിൻ്റെ കർമ്മകാണ്ഡം സമാരംഭിക്കുന്നത്. ജാതിയുടെയും മതത്തിൻ്റെയും വർഗത്തിൻ്റെയും വർണ്ണത്തിൻ്റെയും പേരിൽ ഇവിടുത്തെ ഭൂരിഭാഗം വരുന്ന ജനവിഭാഗത്തിന് മുമ്പിൽ ആരാധനാലയങ്ങളുടെ കവാടങ്ങൾ അവർക്ക് മുമ്പിൽ കൊട്ടിയടക്കപ്പെടുകയുണ്ടായി. ജാതിയുടെയും മതത്തിൻ്റെയും വർഗത്തിൻ്റെയും വർണ്ണത്തിൻ്റെയും പേരിൽ ഇവിടുത്തെ ഭൂരിഭാഗം വരുന്ന ജനവിഭാഗത്തെ അക്ഷര ലോകത്തുനിന്നും ആട്ടിപ്പായച്ച സ്ഥിതിവിശേഷം നമുക്ക് എല്ലാവർക്കും അറിയാം. അങ്ങനെ മനുഷ്യ സമൂഹത്തിൻ്റെ ന്യായമായ അവകാശങ്ങൾ, ന്യായമായ ആവശ്യങ്ങൾ നിഷേധിക്കപ്പെട്ട ഒരു സാഹചര്യത്തിലാണ് ശ്രീനാരായണ ഗുരുദേവൻ ഗുരുവിൻ്റെ നവോത്ഥാന പ്രക്രിയയ്ക്ക് തുടക്കം കുറിച്ചത്. ഗുരുവിൻ്റെ നവോത്ഥാന പ്രവർത്തനത്തിലൂടെ ഒട്ടേറെ കാര്യങ്ങൾ നമ്മുടെ കൊച്ചു കേരളത്തിലും ഇന്ത്യ മഹാരാജ്യത്ത് നടപ്പാക്കുവാൻ കഴിഞ്ഞു, പ്രാപ്യമാക്കുവാൻ കഴിഞ്ഞു എന്നുള്ളത് നമുക്ക് ഏവർക്കും അറിയാവുന്ന വസ്തുതയാണ്. എങ്കിലും ഇന്ന് 98ാം സ്ഥാപക ദിനത്തിൽ നാം ഒത്തുചേരുമ്പോൾ ഞാനിവിടെ സൂചിപ്പിച്ചതുപോലെ ഇന്നും അന്ധവിശ്വാസത്തിൻ്റെയും അനാചാരത്തിൻ്റെയും പേരിൽ നമ്മുടെ സമൂഹം വഴിതിരിഞ്ഞ് നടക്കുന്നു എന്ന് നാം ഓർക്കേണ്ടതുണ്ട്. സമൂഹം നേർവഴിക്ക് നയിക്കുവാനുള്ള അല്ലെങ്കിൽ നയിപ്പിക്കുവാനുള്ള, അത് പറഞ്ഞു കൊടുക്കുവാനുള്ള ഉത്തരവാദിത്വം, ധർമ്മം, അതിൻ്റെ ചുമതല ഇന്ന് ശ്രീനാരായണ ധർമ്മ സംഘത്തിന് ഉണ്ട് എന്ന് ഞാൻ സൂചിപ്പിക്കുകയാണ്. ശ്രീനാരായണ ഗുരുവിൻ്റെ ആത്മീയ പാരമ്പര്യത്തിൽ നിന്നുകൊണ്ട് ഗുരു ഏതൊക്കെ മേഖലയിലാണോ സഞ്ചരിച്ചിട്ടുള്ളത്, ഏതൊക്കെ കാര്യങ്ങളാണോ പ്രതിപാദിച്ചിട്ടുള്ളത്, അതിലേതെങ്കിലും തെറ്റുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനൊരു തിരുത്തൽ ശക്തിയായി ഇന്ന് ശ്രീനാരായണ ധർമ്മസംഘം ഇന്ന് സമൂഹത്തിന് മുമ്പിലുണ്ടാകും. ആ ഉത്തരവാദിത്വം ഇന്ന് നവോത്ഥാനം ആഗ്രഹിക്കുന്ന, നവോത്ഥാനത്തെ നടപ്പിലാക്കുവാൻ ആഗ്രഹിക്കുന്ന എല്ലാ പ്രസ്ഥാനങ്ങളുടെയും ഉത്തരവാദിത്വമാണ്, കടമയാണ് എന്ന് സൂചിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മെ നയിക്കുന്ന, നമ്മെ ഭരിക്കുന്ന ജനാധിപത്യ മതേതര ഗവൺമെന്റുകൾക്കും ആ ചരിത്രപരമായ ഉത്തരവാദിത്വമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ശിവഗിരിമഠം ഉയർത്തിപ്പിടിക്കുന്ന മഹത്തായ ആശയങ്ങളെ നമ്മെ ഭരിക്കുന്ന, നമ്മെ നയിക്കുന്ന ഗവൺമെന്റ് പോലും വളരെ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് നമ്മോടൊപ്പം നിൽക്കുന്നത് എന്ന കാര്യം നമുക്കൊരിക്കലും വിസ്മരിച്ചുകൂടാ. ഇപ്പോൾ ചരിത്രത്തെ വളച്ചൊടിക്കുവാൻ ശ്രമിക്കുന്ന, ചരിത്രബോധമില്ലാത്ത ചിലരൊക്കെ എന്താണ് ശിവഗിരിമഠത്തിൽ പറയാനുള്ള അധികാരം എന്ന് ചോദിക്കുന്നുണ്ട്. ശിവഗിരിമഠത്തിൻ്റെ അധികാരം മാത്രമാണ് വിനിയോഗിക്കുന്നത്. ഇവിടെ എന്ത് നടപ്പാക്കണം, എന്തെങ്കിലും അശാസ്ത്രീയതകൾ അല്ലെങ്കിൽ അനാചാരങ്ങളുണ്ടെങ്കിൽ അതിനെ തിരുത്തുവാനും പറയുവാനുള്ള ചരിത്രപരമായ കടമ ഇന്ന് ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റിനുണ്ട്. അതുപോലെ മറ്റു പ്രസ്ഥാനങ്ങൾക്കുമുണ്ട്. അവരവർക്ക് പറയുവാനുള്ളത് പറയാം. പക്ഷേ ശിവഗിരി മഠത്തെയോ സർക്കാരിനെയോ ചോദ്യം ചെയ്യുന്ന ഒരു നിലപാടിലേക്ക് ഒരു സംഘടനയും ഒരു പ്രസ്ഥാനവും പോകുവാൻ പാടില്ല എന്ന കാഴ്ചപ്പാടാണ് ശ്രീനാരായണ സമൂഹത്തിനും ശ്രീനാരായണ പ്രസ്ഥാനങ്ങൾക്കും ഉള്ളത് എന്ന് തിരിച്ചറിവ് മറ്റ് സ്ഥാപനങ്ങളും പ്രസ്ഥാനങ്ങളും മനസ്സിലാക്കിയാൽ കൊള്ളാം എന്ന് മാത്രമാണ് സൂചിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. ഇന്ന് ധർമ്മസംഘം അതിൻ്റെ ശതാബ്ദിയിലേക്ക് കടക്കുകയാണ്. അപ്പോൾ ശക്തവും ധീരവുമായ നടപടികളായി, പ്രവർത്തനങ്ങളുമായി ധർമ്മസംഘം പോകും. അതിന് ധർമ്മസംഘ രൂപീകരണ
സ്ഥലമായ കൂർക്കഞ്ചേരി SNBP യോഗം ആത്മാർത്ഥമായ സഹകരണം ഇക്കാര്യത്തിൽ ധർമ്മസംഘത്തോട് ഉണ്ടാകണം. അതുപോലെ തന്നെ ധർമ്മസംഘം എടുക്കുന്ന എല്ലാ തീരുമാനങ്ങളും അതേപടി നടപ്പാക്കുവാൻ SNBP യോഗത്തിന് അവകാശമുണ്ട്, അധികാരമുണ്ട്. ഗുരുദേവന്റെയും ബ്രഹ്മശ്രീ ബോധാനന്ദ സ്വാമികളുടെയും പാദസ്പർശം കൊണ്ട് അനുഗ്രഹീതമായ അവരുടെ പ്രവർത്തന കേന്ദ്രമായ ഈ മഹേശ്വര ക്ഷേത്ര സന്നിധി ശക്തവും ധീരവുമായ പ്രവർത്തനത്തിലൂടെ മാതൃകാപരമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുവാൻ SNBP യോഗത്തിന് കഴിയണം. അതിന് കഴിയട്ടെ എന്ന് ഞങ്ങൾ പ്രത്യാശിക്കുന്നു. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായി ധർമ്മസംഘം മുന്നോട്ട് പോകുന്നതോടൊപ്പം ശ്രീനാരായണ സമൂഹവും ഒന്നിച്ച് പ്രവർത്തിച്ചുകൊണ്ട് സംഘടന കൊണ്ട് ശക്തരാകുക എന്ന ഗുരുവിൻ്റെ ആപ്തവാക്യം അന്വർത്ഥമാക്കുവാൻ നമുക്ക് കഴിയണം. ശതാബ്ദിയിൽ എത്തുമ്പോൾ ഇന്ന് സമൂഹം നേരിടുന്ന അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ പടവരുതിക്കൊണ്ട് ഒരു തിരുത്തൽ ശക്തിയായി മുന്നേറുവാൻ വരും ദിനങ്ങൾ ധർമ്മസംഘം തയ്യാറാകും. ഞങ്ങൾ ധർമ്മസംഘത്തോടൊപ്പം എല്ലാ ഗുരുദേവ വിശ്വാസികളും നവോത്ഥാനം ആഗ്രഹിക്കുന്ന, നവോത്ഥാന പ്രവർത്തനങ്ങളിൽ പങ്കാളികളാവാൻ ആഗ്രഹിക്കുന്ന എല്ലാ പ്രസ്ഥാനങ്ങളെയും സംഘടനകളെയും മനുഷ്യ സ്നേഹികളെയും മതേതര വിശ്വാസികളെയും എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഇക്കാര്യത്തിൽ ഉണ്ടാകണം എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് പ്രത്യാശിച്ചുകൊണ്ട് എൻ്റെ എളിയ അധ്യക്ഷ പ്രസംഗം ഇവിടെ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. ഓം അവതാരവരിഷ്ടന്തം സർവാനുഗ്രഹദായിനം ശ്രീനാരായണ ഗുരും വന്ദേ സർവമംഗളസിദ്ധയേ. നാരായണ ഗുരുരാദ്യാം ശിവലിംഗാര്യമധ്യമാം ശ്രീബോധാനന്ദപര്യന്താം വന്ദേ ഗുരുപരമ്പരാം വന്ദേ ഗുരുപരമ്പരാം വന്ദേ ഗുരുപരമ്പരാം. ശ്രീനാരായണ കുടുംബാംഗങ്ങളായ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ആത്മ സഹോദരങ്ങളായ സന്യാസി വര്യന്മാരെ, ധർമ്മസംഘത്തിൻ്റെ ആദരണീയനായ ജനറൽ സെക്രട്ടറി ശുഭാംഗാനി സ്വാമി, ആദരണീയനായ ഖജാൻജി ശാരദാനന്ദ സ്വാമിജി, ആശംസകൾ നേരുന്ന ഭരണസമിതി അംഗം KR മോഹനൻ, പ്രസിഡന്റ് ഗുരുധർമ്മ പ്രചരണ സഭ വേണുഗോപാൽ, കുറുക്കഞ്ചേരി മഹേശ്വര ക്ഷേത്രം മാതൃസമിതി സെക്രട്ടറി അജിത സന്തോഷ്, ഗുരുധർമ്മ പ്രചരണ സഭയുടെ മാതൃസഭയുടെ സെക്രട്ടറി അജിത സന്തോഷ്, ആദരണീയനായ ശ്രീനാരായണ ഭക്തോത്തംസം CR കേശവൻ വൈദ്യരുടെ മകൻ ഡോക്ടർ CK രവി, മറ്റ് വിശിഷ്ട അതിഥികളെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നിങ്ങൾക്കെല്ലാം ആശംസാഭരിതമായ കൂപ്പുകൈകൾ. ശ്രീനാരായണ ഗുരുദേവൻ ദിവ്യ സാന്നിധ്യം ചെയ്ത് ഈ സമൂഹത്തെ അനുഗ്രഹിച്ച് അവിടുത്തെ ധർമ്മ സംസ്ഥാപനത്തിൻ്റെ ഭാഗമായി ശ്രീനാരായണ ധർമ്മ സംഘം എന്ന സന്യാസി സംഘം സ്ഥാപിച്ച പുണ്യഭൂവിലാണ് നാം ഇവിടെ ഇരിക്കുന്നത്. ഇന്നത്തെ ഈ യോഗം പണ്ട് ഇവിടെ അദ്വൈത ആശ്രമം ഉണ്ടായിരുന്നു. ആ അദ്വൈതാശ്രമത്തിൽ വെച്ചാണ് സന്യാസംഘം സ്ഥാപിച്ചത്. അതേ അദ്വൈതാശ്രമം നിലനിന്നിരുന്ന സ്ഥലത്ത് ഇരുന്നാണ് നാം ഇപ്പോഴിവിടെ ഈ യോഗം ചേരുന്നത്. ദിവ്യശ്രീ ബോധാനന്ദ സ്വാമികളായിരുന്നു ഈ അദ്വൈത ആശ്രമത്തിൻ്റെ സ്ഥാപകൻ. ശ്രീനാരായണ ധർമ്മസംഘം എന്ന സന്യാസംഘം സ്ഥാപിക്കുന്നതിന് ഗുരുദേവൻ്റെ തൃക്കൈയിലെ 2 ഉപകരണങ്ങളായിരുന്നു ബോധാനന്ദ സ്വാമിയും പരമേശ്വര മേനോൻ എന്നറിയപ്പെട്ടിരുന്ന തൃശ്ശൂർ ബാറിലെ സീനിയർ വക്കീലായിരുന്ന പരമേശ്വര മേനോൻ സ്വാമി ധർമ്മതീർത്ഥർ. ഈ 2 പേരാണ് സന്യാസംഘം സ്ഥാപിക്കുന്നതിന് നേതൃത്വം നൽകിയത്.
പരമ്പരാഗതമായ സന്യാസ സമ്പ്രദായത്തെ തിരുത്തിക്കുറിച്ച് മാമൂൽ പ്രകാരമായ ഭാരതീയ സന്യാസ സങ്കല്പത്തെ പരിഷ്കരിച്ച് സന്യാസി എന്നാൽ ത്യാഗി, പരോപകാരാർത്ഥം പ്രയത്നിക്കുന്നവൻ എന്ന് സന്യാസത്തിന് ഗുരുദേവൻ ഒരു പുതിയ നാമം നൽകി, രൂപം നൽകി, ഭാവം നൽകി. സന്യാസിമാർ സാമൂഹിക ക്ഷേമത്തിൽ ഇറങ്ങണമെന്ന കൽപ്പനയും ഗുരുദേവൻ അവർ സ്വജീവിതത്തിൽ പ്രാവർത്തികമാക്കി കാണിച്ചു കൊടുക്കുകയും ചെയ്തു. അതുകൊണ്ട് ശ്രീനാരായണ ധർമ്മ സംഘത്തിലെ സന്യാസിമാർ ആശ്രമത്തിലിരുന്ന് ആത്മസാധന ചെയ്ത് വേദാന്ത പഠനവും വേദാന്ത മനനവും എത്തിച്ചേരുന്ന ഭക്തജനങ്ങൾക്ക് ആത്മീയ ഉപദേശം നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുക എന്ന പരമ്പരാഗതമായ വിശ്വാസത്തിനപ്പുറത്ത് സന്യാസി ലോകസേവ ചെയ്ത് ജീവിക്കണം എന്ന് ഗുരുദേവൻ സന്യാസത്തിന് പുതിയ മാനം നൽകി. സന്യാസംഘം സ്ഥാപിക്കുമ്പോൾ അതിൻ്റെ നിയമാവലി എഴുതുന്നതിനെ കുറിച്ചുള്ള ചർച്ച വന്നു. പല നിയമജ്ഞന്മാരെയും ഗുരുദേവൻ നിയോഗിച്ചുവെങ്കിലും അവർക്കത് പൂർണ്ണമായും നിർവഹിക്കാൻ സാധിക്കാതെ വന്നപ്പോഴാണ് ആശ്രമം എന്ന കൃതി എഴുതിക്കൊണ്ട് ഗുരുദേവൻ ആശ്രമത്തിൻ്റെ നിയമാവലി വ്യവസ്ഥപ്പെടുത്തിയത്. ആ നിയമാവലിയിൽ 5 ശ്ലോകങ്ങളാണ്. ആശ്രമേസ്മിൻ ഗുരു കച്ചിത് വിദ്വാൻ മുനിരുദാനധി സമദൃഷ്ടി ശാന്തഗംഭീരാശയോ വിജിതേന്ദ്രിയ പരോപകാരി സ്യാദ് ദീനദയാലു സത്യവാക്പടു സദാചാരരഥ ശീഘ്ര കർത്തവ്യകൃത അതന്ത്രിത എന്നിങ്ങനെയാണ് 5 ശ്ലോകങ്ങൾ. വിദ്വാനായിരിക്കണം, മുനിയായിരിക്കണം, കർത്തവ്യങ്ങളെ ശീഘ്രം ചെയ്യുന്നവനായിരിക്കണം, പരോപകാരിയായിരിക്കണം, ദീനദയാലുവായിരിക്കണം, സത്യവാക്കായിരിക്കണം, സമർത്ഥനായിരിക്കണം എന്നിങ്ങനെയൊക്കെയുള്ള വിശേഷണങ്ങളാണ് ഗുരുദേവൻ ഈ സംഘത്തിലെ അംഗങ്ങളായ സന്യാസിമാർക്ക് അവിടെ ആശ്രമം നയിക്കുന്ന ഗുരുവിന് ഉണ്ടായിരിക്കേണ്ട യോഗ്യത എന്ന് വ്യവസ്ഥപ്പെടുത്തിയിരുന്നു. അതോടൊപ്പം സന്യാസംഘത്തിൻ്റെ കീഴിൽ ദേശം തോറും ആശ്രമങ്ങളും വിദ്യാലയങ്ങളും അതോടൊപ്പം സഭകളും സ്ഥാപിക്കണമെന്ന് വ്യവസ്ഥപ്പെടുത്തിയിരുന്നു. SNDP യോഗം 1903 സ്ഥാപിച്ചതിന് ശേഷം ഗുരുദേവൻ നെയ്യാറ്റിൻകര പ്രദേശങ്ങളിൽ ദേശസഭകൾ സ്ഥാപിച്ചതായി വിവേകോദയത്തിലും മറ്റും കാണാൻ സാധിക്കുന്നതാണ്. അതിൻ്റെ ചുവട് പിടിച്ചുകൊണ്ട് സന്യാസംഘം സ്ഥാപിച്ചതിന് ശേഷവും ദേശസഭകൾ, ധർമ്മസഭകൾ സ്ഥാപിക്കണമെന്ന് ഗുരുദേവൻ ഈ ആശ്രമം എന്ന കൃതിയിൽ തന്നെ വ്യവസ്ഥപ്പെടുത്തുകയും അതനുസരിച്ചാണ് ശിവഗിരി മഠത്തിൻ്റെ പോഷക സംഘടനയായി ഗുരുധർമ്മ പ്രചരണ സഭ എന്നുള്ള പ്രസ്ഥാനത്തിന് ശിവഗിരി മഠം രൂപവും ഭാവവും നൽകിയിട്ടുള്ളത്. പല ആളുകളും പറയാറുണ്ട്, SNDP യോഗം നിലകൊള്ളുമ്പോൾ എന്തിനാണ് ഇങ്ങനെയൊരു ഗുരുധർമ്മ പ്രചരണ സഭ? പക്ഷെ അവർ മനസ്സിലാക്കേണ്ട കാര്യം, SNDP യോഗം നിലനിൽക്കവേ തന്നെയാണ് ഗുരുദേവൻ സന്യാസംഘം സ്ഥാപിച്ചതും സന്യാസംഘത്തിൻ്റെ കീഴിൽ ദേശം തോറും സഭകൾ സ്ഥാപിക്കണമെന്ന് ഗുരുദേവൻ തന്നെ വ്യവസ്ഥപ്പെടുത്തിയതും. അതനുസരിച്ച് രൂപീകൃതമായ ഗുരുധർമ്മ പ്രചരണ സഭയ്ക്ക് ഇപ്പോൾ ഏതാണ്ട് 2500-ലധികം യൂണിറ്റുകൾ കേരളത്തിലും ഭാരതത്തിന് വെളിയിലുമായി ഉണ്ട് എന്നുള്ള കാര്യം നിങ്ങളെ അറിയിക്കട്ടെ. തൃശ്ശൂർ ജില്ലയിൽ അതിൻ്റെ ജില്ലാ കമ്മിറ്റിയുണ്ട്. ഏതാണ്ട് 100ഓളം ശാഖകൾ തൃശ്ശൂർ ജില്ലയിൽ തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. ശ്രീ വേണുഗോപാലാണ് അതിൻ്റെ ജില്ലാ സെക്രട്ടറി ആയിരിക്കുന്നത്. അദ്ദേഹം ഇവിടെ വന്നു ചേർന്നിട്ടുണ്ട്, ഈ യോഗത്തിൽ ആശംസ നേരുന്നുണ്ട്. അപ്പോൾ ശിവഗിരി മഠത്തിൻ്റെ സന്യാസംഘത്തിൻ്റെ പോഷക ഘടകമായി ഗുരുധർമ്മ പ്രചരണ സഭയും സ്ഥാപിതമായി. സന്യാസി പരോപകാരാർത്ഥം പ്രയത്നിക്കണമെന്ന ഗുരുദേവൻ്റെ മഹത്തായ ഉദ്ദേശ ലക്ഷ്യത്തെ സഫലീകരിച്ചുകൊണ്ട് ശ്രീനാരായണ ധർമ്മസംഘം സാവധാനമാണെങ്കിലും
ആശാവഹമായ രൂപത്തിൽ പ്രവർത്തിച്ചു പോരുകയാണ്. ശിവഗിരി ധർമ്മസംഘത്തിൻ്റെ കീഴിൽ ഏതാണ്ട് 75ഓളം സ്ഥാപനങ്ങളുണ്ട്. സന്യാസിമാരാകട്ടെ ഏതാണ്ട് 60 തികയുന്നില്ല. ഈ 75ഓളം സ്ഥാപനങ്ങൾ ഭരിച്ചുകൊണ്ട് പോകുവാൻ സ്വാഭാവികമായും ഇത്രയും സംഖ്യ പോരല്ലോ. നിങ്ങൾക്കറിയാമല്ലോ, സന്യാസംഘത്തിൻ്റെ ശക്തി ഇനിയും ഏറെ വർദ്ധിക്കേണ്ടതായിട്ടുണ്ട്. സന്യാസംഘത്തിൽ കൂടുതൽ സന്യാസിമാർ കടന്നു വന്ന് ശ്രീനാരായണ സന്ദേശ പ്രചരണം ശക്തമായി നിർവഹിക്കുമ്പോഴാണ് ശ്രീനാരായണ ഗുരുദേവ പ്രസ്ഥാനം ശക്തമാക്കുവാൻ സാധിക്കുന്നത്. അതുകൊണ്ട് ഓരോ ശ്രീനാരായണ പ്രസ്ഥാനങ്ങളുടെയും ചുമതല, കടമ, കർത്തവ്യം പ്രധാനമായും അവർ ശ്രീനാരായണ പ്രസ്ഥാനത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ, ശ്രീനാരായണ പ്രസ്ഥാനം മഹിതമായൊരു പ്രസ്ഥാനമായി വളർന്നു വരണമെന്ന് ആഗ്രഹിക്കുന്നു എങ്കിൽ ശിവഗിരി മഠത്തെയും ശിവഗിരി മഠത്തിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ബ്രഹ്മവിദ്യാലയം, മതമഹാപാഠശാല, സർവമത പാഠശാല, അവിടെ പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികളാണ് സന്യാസിമാരായി മാറുന്നത്. അതുകൊണ്ട് ആ മതമഹാപാഠശാലയുടെ പ്രവർത്തനം ശക്തമാക്കുവാൻ, അതിലേക്ക് ആവശ്യമായ യുവാക്കന്മാരെ കണ്ടെത്തി അയക്കുവാൻ ഇവിടെ കൂടിയിരിക്കുന്ന മുഴുവൻ ആളുകൾക്കും കടമയുണ്ട്, ചുമതലയുണ്ട്, കർത്തവ്യമുണ്ട് എന്നീ അവസരത്തിൽ നിങ്ങളെ സാദരം അറിയിച്ചു കൊള്ളട്ടെ. സന്യാസംഘത്തിൻ്റെ പ്രവർത്തനം ശക്തമായി തീരുന്നതിന് ആവശ്യമായ രൂപത്തിലുള്ള കർമ്മ പരിപാടികൾ ശിവഗിരി തയ്യാറാക്കുന്നു. ആ പരിപാടികളുമായി സഹകരിച്ച് നിന്നുകൊണ്ട് അതിലേക്ക് കൂടുതൽ യുവാക്കന്മാരെ കണ്ടെത്തി ബ്രഹ്മവിദ്യാലയത്തിൻ്റെ പ്രവർത്തനം ശക്തമായി നിർവഹിച്ചാൽ മാത്രമേ ശ്രീനാരായണ സന്ദേശ പ്രചരണം കാര്യക്ഷമമായി നിർവഹിക്കുവാൻ സാധിക്കുകയുള്ളൂ എന്ന് ഏതൊരാൾക്കും അന്വേഷിച്ചാൽ മനസ്സിലാക്കാവുന്ന കാര്യമാണ്. പിന്നെ സന്യാസിമാരെ കുറിച്ച് പൊതുവെയുള്ള ഒരു പരാതി, സന്യാസിമാര് ശിവഗിരിയിൽ പാഴും പഴമൊക്കെ കഴിച്ച് ഇങ്ങനെ സുഖസമൃദ്ധിയിൽ കഴിയുകയാണ്. ഇവർക്ക് ഇങ്ങനെ കഴിഞ്ഞാൽ മതിയോ? ഇവർ ഈ സമൂഹത്തിലേക്ക് ഇറങ്ങി വന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്തുകൂടെ? ഇതാണ് ഓരോരുത്തരും ചോദിക്കുന്നത്. അങ്ങനെ ചോദിക്കുന്നവർ ഇവിടെയും ഇരിപ്പുണ്ട്. കാരണം എന്നോട് ചിലർ ചോദിച്ചിട്ടുണ്ട്. സത്യത്തിൽ അതിൽ എന്തെങ്കിലും വാസ്തവമുണ്ടോ? സന്യാസിമാർ പാലും പഴവും കഴിച്ചാണോ ആശ്രമത്തിൽ കഴിയുന്നത്? നിങ്ങൾ ഈ ആശ്രമങ്ങളിലൊക്കെ ഒന്ന് പോയി ഒരു നേരത്തെ ആഹാരം അല്ലെങ്കിൽ ഒരു ദിവസം അവിടെ നിന്ന് താമസിച്ചാൽ സന്യാസിമാരുടെ ആഹാരം എന്താണ്, അവരെന്താണ് കഴിക്കുന്നത്, എന്താണ് അവിടെ, എങ്ങനെയാണ് അവർ കഴിയുന്നത് എന്ന് നിങ്ങൾക്കൊക്കെ ഏതാണ്ട് മനസ്സിലാക്കുവാൻ സാധിക്കും. പിന്നെ സന്യാസിമാർ വെറുതെ ഇരിക്കുന്നവരാണോ? നിങ്ങൾക്കറിയാമല്ലോ, കഴിഞ്ഞ ശിവഗിരി തീർത്ഥാടനം ഡിസംബർ 15 ആരംഭിച്ച് ഇപ്പോഴും ശിവഗിരിയിൽ അതിൻ്റെ ഒഴുക്ക് ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ധർമ്മസംഘത്തിൻ്റെ പ്രസിഡന്റിനും സെക്രട്ടറിയും ജനറൽ സെക്രട്ടറിക്കും ഈ ഇരിക്കുന്ന ഓരോ സന്യാസിമാർക്കും ഭാരിച്ച ഉത്തരവാദിത്വവും ചുമതലയും ഒക്കെ ഉണ്ടായിരുന്നു. ഇരുട്ട് വെളുക്ക്, രാവെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ ഇവർ ഓരോരുത്തരും പ്രവർത്തിച്ചവരാണ്. ഇപ്പം ജനറൽ സെക്രട്ടറി ആണ് എങ്കിൽ തീർത്ഥാടന പരിപാടികൾ കഴിഞ്ഞ ഉടൻ തന്നെ അഹമ്മദാബാദിന് പോയി. അവിടെ അഹമ്മദാബാദിൽ ശ്രീനാരായണ കൾച്ചറൽ സൊസൈറ്റി ഉണ്ട്. അതിൻ്റെ ആഭിമുഖ്യത്തിൽ അവിടെ ഒരു തീർത്ഥാടനമുണ്ട്. ആ പരിപാടിയും കഴിഞ്ഞ് സ്വാമിജി ഇന്നലെ മടങ്ങിയെത്തി ആലുവയിൽ വന്നു. ഇന്നലെ ആലുവയിലെ സമ്മേളനങ്ങളിൽ പങ്കെടുത്തു. ഇന്ന് രാവിലെ ഇതുവരെ ഈ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. എന്നെ സംബന്ധിച്ചാണെങ്കിൽ ഞാൻ ഇന്നലെ ശിവലിംഗദാസ സ്വാമിയുടെ സമാധിയായിരുന്നു. ശിവലിംഗദാസ സ്വാമിയുടെ സമാധിയിൽ രാവിലെ 7:30 മണിക്ക് എത്തി. ആ സമാധിയിൽ പൂജയും പ്രാർത്ഥനയും നടത്തി. അവിടെ ഒരു ലഘു പ്രഭാഷണം നടത്തി. അതിനുശേഷം തൃശ്ശൂരിൽ വന്നു. കളക്ട്രേറ്റിൽ പോയി ആശ്രമത്തിന് ചില കാര്യങ്ങൾ ചെയ്യേണ്ട കാര്യമുണ്ടായിരുന്നു. അവിടെ കുറേ നേരം ഇരുന്ന് അവിടുത്തെ ഉദ്യോഗസ്ഥന്മാരെ കണ്ട് അവരുമായിട്ടൊക്കെ ചർച്ച നടത്തി. അതിനുശേഷം
ചാലക്കുടിയിലെ പേരാമ്പ്ര ആശ്രമത്തിൽ വന്നു. അവിടെ നിന്ന് ഗായത്രി ആശ്രമത്തിൽ വന്നു. അവിടെ ശിവലിംഗസ്വാമിയുടെ സമാധി ദിനാചരണം നടത്തി രാത്രി 8:30 മണിയോടുകൂടി ആലുവയിലെത്തി. ആലുവയിൽ നിന്ന് രാവിലെ ഒരു 6 മണിയോടുകൂടി ഞങ്ങളുടെ പൂജയും വിധാനവും ഒക്കെ ആരംഭിച്ചു. ഉച്ചവരെ അതിൽ തന്നെ മുഴുകി. അതിനുശേഷം യാത്ര ചെയ്താണ് ഇപ്പോഴിവിടെ എത്തിയത്. ഈ ചരി ഞാൻ നിങ്ങളോട് പറയുന്നത് മിക്കവാറും ദിവസങ്ങളിൽ ഇങ്ങനെ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നിട്ടും സന്യാസിമാരെ കുറിച്ച് പറയുന്നത് എന്താ? അവരൊന്നും ചെയ്യുന്നില്ല. ആശ്രമത്തിൽ ഇരുന്ന് ഭക്ഷണവും കഴിച്ച് പാലും പഴവും കഴിച്ച് സുഖമായിരിക്കുകയാണെന്നാണ്. നിങ്ങളിതിനെക്കുറിച്ചൊന്ന് ചിന്തിക്കണമെന്ന് സന്യാസംഘത്തിൻ്റെ യോഗമായത് കൂടി ഞാൻ ഈ കാര്യം പറഞ്ഞു വെക്കുകയാണ്. പിന്നെ വേറൊരു കാര്യം പലരും പറയാറുള്ളത്, ഈ സന്യാസിമാരെന്താ ചെയ്തത്, ഈ സമൂഹത്തിന് വേണ്ടി എന്തു ചെയ്തു എന്നാണ് ചോദിക്കുന്നത്. വാസ്തവത്തിൽ നിങ്ങളൊന്ന് ചിന്തിച്ചാൽ സന്യാസിമാരാണ് വാസ്തവത്തിൽ ഈ പ്രസ്ഥാനത്തെ വളർത്തിയെടുത്ത് ഇന്നത്തെ നിലയിലേക്ക് നയിച്ചിട്ടുള്ളത്. ശ്രീനാരായണ ഗുരുദേവൻ അരുവിപ്പുറത്ത് അവതീർണനായി ശിവപ്രതിഷ്ഠ നടത്തുമ്പോൾ ഏതാണ്ടൊരു 1/2 ഡസൻ സന്യാസിമാർ ഗുരുദേവൻ്റെ ശിഷ്യന്മാരായി കഴിഞ്ഞു. ആ പ്രതിഷ്ഠ നടത്തുമ്പോൾ വെള്ളത്തിൽ നിന്നും മുങ്ങിയെടുത്ത ശിലാഖണ്ഡം തൃപ്പാദങ്ങളുടെ കയ്യിൽ നിന്ന് ഏറ്റുവാങ്ങാൻ കൊച്ചപ്പിപ്പിള്ള എന്ന ശിവലിംഗസ്വാമിയുണ്ട്. ആ പൂജ അവിടെ പ്രതിഷ്ഠയ്ക്ക് ആവശ്യമായ പൂജാ കാര്യങ്ങളൊക്കെ ഒരുക്കാൻ ശാന്തിസ്വാമി ഗുരുവിൻ്റെ കൂടെയുണ്ട്. അങ്ങനെ ആ ശിഷ്യന്മാർ ചേർന്ന് എല്ലാം ഒരുക്കി തയ്യാറാക്കി പൂർണ്ണതയിൽ എത്തിച്ചപ്പോഴാണ് ഗുരുദേവൻ അവിടെ വിഗ്രഹപ്രതിഷ്ഠ നടത്തുന്നത്. നിങ്ങൾ അറിയണം, അതിനുള്ള വേദി ഒരുക്കുന്നത് ശിഷ്യന്മാരാണ്. അതിനുശേഷം ദേശമൊട്ടാകെ ക്ഷേത്രങ്ങൾ സ്ഥാപിതമായി. ഈ ഓരോ ക്ഷേത്രങ്ങളും സ്ഥാപിതമാകുമ്പോൾ ഗുരുദേവൻ ശിഷ്യന്മാരെ നേരത്തെ അയക്കും. ആ ശിഷ്യന്മാർ അവിടെ ചെന്ന് എല്ലാ കാര്യങ്ങളും ഒരുക്കി പൂർണ്ണമാക്കി കഴിയുമ്പോൾ ഭഗവാൻ ശിഷ്യന്മാരുമായിട്ട് വരും, പ്രതിഷ്ഠ നടത്തും. ഈ കൂർക്കഞ്ചേരി മാഹേശ്വര ക്ഷേത്രത്തിൽ ബോധാനന്ദ സ്വാമിയുടെയും ചൈതന്യ സ്വാമിയുടെയും ശിവലിംഗ സ്വാമിയുടെയും നേതൃത്വത്തിൽ വൈദിക താന്ത്രിക കർമ്മങ്ങളെല്ലാം നടത്തി പൂർണ്ണമായതിനു ശേഷമാണ് ഗുരുദേവൻ തൃക്കൈ വിളയാടി പ്രതിഷ്ഠ നടത്തിയത്. അങ്ങനെ ഓരോ സ്ഥലങ്ങളിലും. ഇനി സാമൂഹികമായ പ്രവർത്തനങ്ങളെ കുറിച്ച് നോക്കിയാൽ അരുവിപ്പുറത്ത് ക്ഷേത്രയോഗമുണ്ടായി. ആദ്യം ഉണ്ടാകുന്ന ക്ഷേത്രയോഗമാണ്. ആ ക്ഷേത്രയോഗത്തിൻ്റെ നടത്തിപ്പിന് വേണ്ടി നേതൃത്വം നൽകിയത് ചൈതന്യസ്വാമി തുടങ്ങിയ ഗുരുദേവൻ്റെ ശിഷ്യന്മാരാണ്. അതിനുശേഷം 1903 SNDP യോഗം സ്ഥാപിക്കുമ്പോൾ അതിൻ്റെ സെക്രട്ടറി ആയത് ചിന്നസ്വാമിയാണ്. ആ ചിന്നസ്വാമിയാണ് പിന്നെ മഹാകവി കുമാരനാശാനായത്. പെരിയസ്വാമി സാക്ഷാൽ ഗുരുദേവൻ സ്ഥാപിക്കുമ്പോൾ ആ പ്രസ്ഥാനത്തിന് സന്യാസിമാരാണ് നേതൃത്വം കൊടുക്കുന്നത്. അതിൽ സാക്ഷിയായി ഒപ്പിട്ടിരിക്കുന്നത് നാരായണ പിള്ള. ആ നാരായണ പിള്ളയാണ് പിന്നെ ചൈതന്യസ്വാമിയായി മാറുന്നത്. SNDP യോഗം സ്ഥാപിക്കുമ്പോൾ പിന്നെ അതിന് മൈക്കായി അക്കാലത്ത് പ്രവർത്തിച്ചവർ ഗുരുപ്രസാദ് സ്വാമി, ശിവപ്രസാദ് സ്വാമി തുടങ്ങിയവരാണ്. അന്നത്തെ വിവേകോദയം എടുത്ത് നോക്കിയാൽ കാണാം, സന്യാസിമാർ ഗ്രാമാന്തരങ്ങളിൽ സഞ്ചരിച്ച് SNDP യോഗത്തിൽ അംഗങ്ങളെ ചേർക്കുന്നതിന് വേണ്ടി സഹിച്ച ത്യാഗപൂർവമായ പ്രവർത്തനങ്ങളെ കുമാരനാശാനത് റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. അങ്ങനെയാണ് SNDP യോഗം എന്നുള്ള പ്രസ്ഥാനം വളർന്നു വരുന്നത്. കുറച്ച് കഴിഞ്ഞപ്പോൾ SNDP യോഗത്തിൻ്റെ പ്രവർത്തനത്തിൽ ശിവപ്രസാദും ഗുരുപ്രസാദും കഴിഞ്ഞ് പിന്നെ സത്യവ്രതസ്വാമി വരുന്നു. സത്യവ്രതസ്വാമി SNDP യോഗത്തിൻ്റെ മൈക്കായി. ഇന്നിപ്പോൾ ഈ മൈക്കുണ്ട്, അന്നത്തെ കാലത്ത് മൈക്കില്ല. എത്ര ദൂരെ ഇരുന്നും ആളുകൾ കേൾക്കുമാർ പ്രസംഗിക്കുവാനുള്ള ശേഷി ഉണ്ടായിരുന്നു. അയ്യപ്പൻ പിള്ള എന്ന നായർ സമുദായത്തിൽ ജനിച്ച ശ്രീനാരായണ ഗുരുവിൻ്റെ വിവേകാനന്ദൻ എന്ന പേരിൽ പ്രശസ്തി നേടിയ സത്യവ്രത സ്വാമിക്ക്.
മേശ കൊണ്ടിട്ട് മേശപ്പുറത്ത് നിന്നുകൊണ്ട് ചുറ്റുമുള്ള ആയിരക്കണക്കിന് ആളുകൾ കേൾക്കുമാറ് ഉറക്കെ പ്രസംഗം ചെയ്ത് യശന്തീപ് യോഗത്തിന് ശക്തി നൽകിയത് ഈ സത്യവ്രത സ്വാമിയെ പോലെയുള്ള സന്യാസിവര്യന്മാരാണ്. കുമാരനാശാൻ വിവാഹിതനായി പോയതിന് ശേഷം പിന്നീട് പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയവരിൽ സഹോദരൻ അയ്യപ്പനും ടി.കെ. മാധവനും കൂടെ സത്യവ്രത സ്വാമിയും. അതൊക്കെ നിങ്ങൾ ചരിത്രപരമായി എടുത്ത് പഠിച്ചു നോക്കണം. അവരുടെയൊക്കെ നേതൃത്വത്തിൽ നടന്ന ആധ്യാത്മികമായ പ്രവർത്തനങ്ങൾ അതാണ് ഗുരുദേവ പ്രസ്ഥാനത്തെ സുശക്തമാക്കിയത്. ഗുരുവിൻ്റെ മഹാസമാധി കാലഘട്ടമാകുമ്പോൾ ആര്യപട സ്വാമികളും അതിനെ തുടർന്ന് പിന്നീട് വന്ന ശ്രീനാരായണ തീർത്ഥസ്വാമികളും ഗീതാനന്ദ സ്വാമിയും മംഗളാനന്ദ സ്വാമിയും ഇവരുടെയൊക്കെ പ്രഭാഷണങ്ങൾ വഴിയാണ് വാസ്തവത്തിൽ ശ്രീനാരായണ പ്രസ്ഥാനം സുശക്തമായി നിലനിന്നു പോകുന്നത്. ഗുരുദേവൻ്റെ ശിവഗിരിയിൽ ഇന്ന് കാണുന്ന മഹാസമാധി മന്ദിരം, ആ മഹാസമാധി മന്ദിരം നിർമ്മിച്ച് സമർപ്പിച്ചത് തൃശ്ശൂർക്കാർക്ക് അഭിമാനിക്കാം, ഞങ്ങളുടെ ജില്ലയിൽ ജനിച്ച എം.പി. മൂത്തേടത്താണ് എന്ന്. എം.പി. മൂത്തേടത്തിനെ കൊണ്ട് ആ കാര്യം നിർവഹിപ്പിക്കുന്നതിന് എല്ലാവിധമായ നേതൃത്വവും നൽകിയത് ഗീതാനന്ദ സ്വാമിയാണ്. ആ രൂപത്തിൽ ഇന്ന് കാണുന്ന മഹാസമാധി മന്ദിരം നിർമ്മിക്കുന്നതിനുള്ള പ്ലാനും എസ്റ്റിമേറ്റും മറ്റു കാര്യങ്ങളെല്ലാം ധർമ്മസംഘം തയ്യാറാക്കി ആ രൂപത്തിൽ മഹാസമാധി മന്ദിരം സംസ്ഥാപനം ചെയ്തു. ഈ സന്യാസിമാരുടെ ആവശ്യം എന്താണെന്ന് ചോദിക്കുന്നവർ ഒത്തിരിയുണ്ട്. അവരുടെ ഞാനൊന്ന് ചോദിക്കട്ടെ, ഈ ഗുരുദേവന് സന്യാസിഷ്യന്മാരാരും ഉണ്ടായില്ല, ധർമ്മസംഘം ഉണ്ടായില്ല. ഗുരുദേവൻ സമാധിയായി കഴിയുമ്പോൾ എന്തു ചെയ്യും? ആ ശരീരം കൊണ്ടുപോയി അടക്കം ചെയ്യും. എന്നിട്ട് അവിടെ എഴുതി വെക്കും, ശ്രീനാരായണ ഗുരു ബോൺ, ശ്രീനാരായണ ഗുരു ഡയറ്റ്. അവിടെ നേതാക്കന്മാർ കൊണ്ടുവന്ന് റീത്ത് സമർപ്പിക്കും. ഇന്നലെ നമ്മുടെ കേശവവൈദ്യർ ഇറക്കിയ വിവേകോദയം ഞങ്ങളെടുത്ത് ഇങ്ങനെ മറച്ചു നോക്കി വായിച്ചപ്പോൾ യശന്തീപ് യോഗത്തിൻ്റെ മഹാനായ നേതാവ് ഗുരുദേവൻ്റെ മഹാസമാധിയിൽ റീത്ത് സമർപ്പിച്ചിരിക്കുന്നു എന്ന് എഴുതിയിട്ടുണ്ട്. ശിവഗിരി മഹാസമാധി. അപ്പം ആ കാണുന്ന അങ്ങനെയുള്ള സമാധിയെ ഇന്ന് കാണുന്ന സമാധി മന്ദിരമായി ലോകത്തുള്ള ഒരു വലിയ അധ്യാത്മ കേന്ദ്രമായി മാറ്റിയെടുക്കുവാൻ സാധിച്ചത് ഈ സന്യാസി സംഘം ഉണ്ടായിരുന്നതുകൊണ്ടാണ്. സന്യാസ സംഘത്തിലെ സന്യാസിമാര് രാജ്യത്ത് നിലനിന്ന് ഇന്ത്യക്കകത്തും പുറത്തും നിത്യചൈതന്യതിയും നടരാജഗുരുവും അടക്കമുള്ളവർ രാജ്യത്തിനകത്തും പുറത്തു നിന്നും പ്രവർത്തിച്ചത് കൊണ്ടാണ് ശ്രീനാരായണ ഗുരുദേവൻ്റെ സത്യദർശനം കുറേയൊക്കെ പ്രാവർത്തികമാക്കുവാൻ സാധിച്ചത്. ഇനി അത് ലോകോത്തരമായ പ്രസ്ഥാനമാക്കി മാറ്റിയെടുക്കുവാൻ ഇപ്പോൾ വത്തിക്കാനിൽ സർവ്വത സമ്മേളനമൊക്കെ നടന്നു. ഇനി ലോകത്തിൽ പലയിടത്തും സർവ്വത സമ്മേളനം നടത്താനുള്ള ഒരുക്കമാണ്. പക്ഷെ അതുകൊണ്ടൊന്നും ആയില്ല. ലോകമെമ്പാടുമായി ഗുരുദേവ പ്രസ്ഥാനത്തെ ശക്തമായി നയിക്കണമെങ്കിൽ ആവശ്യമായ സന്യാസിമാരുണ്ടാകണം. ആ സന്യാസി സംഘം ശക്തമാക്കി തീർക്കുവാൻ ആവശ്യമായ പ്രവർത്തനം നിങ്ങളുടെ എല്ലാം ഭാഗത്തിൽ നിന്നുണ്ടാകണമെന്ന് ഈ അവസരത്തിൽ ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുന്നു. അതോടൊപ്പം ഗുരുദേവൻ നിലവിൽ നിന്നിരുന്ന മാമൂലുകളെ ലംഘിച്ച് പരിഷ്കരിച്ച് മതപരമായി സാമൂഹ്യമായി ആവശ്യമായ പരിഷ്കാരങ്ങൾ ചെയ്തു. വിപ്രകുലീന വർണ്ണാശ്രമാചാര ധർമ്മരഥ, കുലീനനായ വിപ്രനും വർണ്ണാശ്രമാചാരങ്ങളിൽ ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യശൂദ്രാദികളിൽ ആ ഭേദത്തിൽ രഥനുമായിരിക്കുന്ന ഒരാൾക്ക് ക്ഷേത്രം സ്ഥാപിക്കാനും പ്രതിഷ്ഠ നടത്താനും അധികാരവും അവകാശവും ആ മാമൂലിനെ ലംഘിച്ചുകൊണ്ടാണ് ഗുരുദേവൻ അരുവിപ്പുറത്ത് പ്രതിഷ്ഠ നടത്തിയത്. അല്ലെങ്കിൽ തന്ത്ര സമുച്ചയത്തിലുള്ള ആ മാമൂലിനെ ഗുരുദേവൻ അംഗീകരിച്ചുവെങ്കിൽ ഗുരുദേവന് ക്ഷേത്രം ഉണ്ടാക്കാനോ പ്രതിഷ്ഠ നടത്താനോ സംഘടന ഉണ്ടാക്കാനോ വൈദികന്മാരെയും സന്യാസി സമൂഹത്തെയും ഒന്നും സൃഷ്ടിക്കാനുള്ള അധികാരവും അവകാശവും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് നിലവിലുണ്ടായിരുന്ന മാമൂലുകളെ ലംഘിച്ചുകൊണ്ട്
പുതിയ പരിഷ്കൃതി സൃഷ്ടിച്ചത് കൊണ്ടാണ് നമുക്ക് ക്ഷേത്രങ്ങളും ഈ പ്രതിഷ്ഠകളും ഇതെല്ലാം ഉണ്ടായത്. അതിൽ ഗുരുദേവ അങ്ങ് പറയുന്നത് ചിലതൊക്കെ ഞങ്ങൾ കേട്ടോളാം, ചിലതൊന്നും ഞങ്ങൾക്ക് അനുസരിക്കാൻ പറ്റില്ല എന്ന് പറയുന്നത് ശരിയാണോ എന്ന് ഓരോരുത്തരും ആലോചിക്കണം എന്നാണ് എൻ്റെ വിനീതമായ അഭിപ്രായം. വിവേകോദയം കഴിഞ്ഞ ദിവസം പഠിച്ചു നോക്കിയപ്പോൾ നമ്മുടെ CR കേശവ മെയ്തിയിൽ ഒരു ക്ഷേത്രത്തിൽ ചെന്ന് SNDP യോഗത്തിൻ്റെ പ്രസിഡൻ്റാണ്. അവിടെ ചെന്നപ്പോൾ ഉടുപ്പ് ഊരണമെന്ന് പറഞ്ഞു. അദ്ദേഹം ഉടുപ്പ് ഊരാതെ ഞാൻ ക്ഷേത്രത്തിൽ പ്രവേശിക്കാതെ പോന്നു എന്ന് അദ്ദേഹത്തിൻ്റെ ഡയറി കുറിപ്പ് വിവേകോദയത്തിൽ അച്ചടിച്ചിട്ടുണ്ട്. SNDP യോഗത്തിൻ്റെ പ്രസിഡന്റിന് ഗുരുദേവൻ പ്രതിഷ്ഠിച്ച ക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ വിലക്ക്. ഏതാ വിലക്ക്? നമ്മൾ ആലോചിക്കണം. ഇതൊക്കെയാണോ ശ്രീനാരായണ ഗുരുദേവൻ്റെ സത്യദർശനം എന്ന് ആലോചിക്കണം. ഏതെങ്കിലും ഉടുപ്പ് ഇട്ടുകൊണ്ട് അമ്പലത്തിൽ കയറാമെന്ന് ശിവഗിരിയിൽ തീർത്ഥാടനത്തിന് പ്രഖ്യാപനം ഉണ്ടായപ്പോൾ അത് അംഗീകരിച്ച് ഉൾക്കൊണ്ടുകൊണ്ട് നമ്മളുടെ മഹാക്ഷേത്രങ്ങളിലൊന്നായ ചെറായി ക്ഷേത്രം തീരുമാനമെടുത്ത് പ്രഖ്യാപനം ചെയ്തു. അടുത്ത മാസം ഫെബ്രുവരി മാസം 4-ാം തീയതി കൊടിയേറ്റിന് ശിവഗിരി മഠത്തിലെ മുഴുവൻ സന്യാസിമാരുടെ സഹകരണത്തോടുകൂടി ഷർട്ട് ധരിച്ചുകൊണ്ട് അവിടെ അമ്പലത്തിൽ കയറാൻ വേണ്ടി അവർ പ്രഖ്യാപനം ചെയ്തിരിക്കുന്നു. അതുപോലെ തന്നെ കോട്ടയത്തുള്ള കുമരകം ഗുരുദേവൻ സുബ്രഹ്മണ്യനെ പ്രദർശനം നടത്തിയ ആ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലും ഇതുപോലെ തന്നെ തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നു. 1966 ദിവ്യശ്രീ ശങ്കരാൻ സ്വാമി ഗുരുദേവൻ്റെ അവസാനത്തെ മഠാധിപതി ഉടുപ്പിട്ടുകൊണ്ട് ക്ഷേത്രത്തിൽ പ്രവേശിച്ചത് കൊണ്ട് ഒരു ദോഷവുമില്ല എന്ന് ശ്രീകണ്ഠേശ്വര ക്ഷേത്രം, ഗുരുദേവൻ സ്ഥാപിച്ച ക്ഷേത്രങ്ങളിൽ ഏറ്റവും വലുത് ശ്രീകണ്ഠേശ്വര ക്ഷേത്രമാണ്. ആ ക്ഷേത്രത്തിന് നൽകിയ നിർദ്ദേശം അനുസരിച്ച് 1966 തൊട്ട് അവിടെ ഉടുപ്പിട്ട് കയറുന്നുണ്ട്. അവിടുത്തെ ദൈവിക ചൈതന്യത്തിന് ഒരു കുറവും തട്ടിയിട്ടില്ല. ഇനി ശിവഗിരി മഠത്തിൻ്റെ തീരുമാനത്തെ ഉൾക്കൊണ്ടുകൊണ്ട് പ്രസിദ്ധ ക്ഷേത്രമായിരിക്കുന്ന ചക്കുളത്ത് കാവിൽ അവിടുത്തെ ക്ഷേത്രയോഗം തീരുമാനിച്ചു ഉടുപ്പിട്ടുകൊണ്ട് പ്രവേശിക്കാം. ഇങ്ങനെയുള്ള കാമ്യമായ തീരുമാനങ്ങൾ ഈ ശ്രീനാരായണ പ്രസ്ഥാനത്തിന് മാത്രമല്ല മറ്റു പ്രസ്ഥാനങ്ങളിലും സംജാതമായിക്കൊണ്ട് ഇരിക്കുന്ന അവസ്ഥയിൽ ശ്രീനാരായണ ഭക്തന്മാരായ ആളുകൾ ചെയ്യേണ്ട കടമയെയും കർത്തവ്യത്തെയും കുറിച്ച് ബോധവാന്മാരായിരിക്കണം എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ശ്രീനാരായണ ഗുരുദേവൻ ഏത് ഉദ്ദേശത്തോടു കൂടിയാണോ ശ്രീനാരായണ ധർമ്മസംഘം എന്ന സന്യാസംഘം സ്ഥാപിച്ചത്, അതിൻ്റെ 97ാമത് വാർഷിക ദിനത്തിൽ ഇവിടെ ഇത് സംഘടിപ്പിക്കുവാൻ വേണ്ട സഹായ സഹകരണങ്ങളെല്ലാം ചെയ്ത് ശിവഗിരിയോട് സഹകരിച്ച കൂർക്കഞ്ചേരി ശ്രീനാരായണ ഭക്തപരിപാലന യോഗത്തിൻ്റെ ഭാരവാഹികളോടും ഭക്തജനങ്ങളോടും SNDPയുടെ പ്രവർത്തകരോടും ഗുരുധർമ്മപ്രചരണ സഭയുടെ പ്രവർത്തകരോടും ഇവിടെ വന്നു ചേർന്നിരിക്കുന്ന ഭക്തജനങ്ങളോടും ശിവഗിരി മഠത്തിനുള്ള സ്നേഹവും സന്തോഷവും എല്ലാം ഇവിടെ അറിയിച്ചുകൊണ്ട് അല്പം നീണ്ടുപോയി. പക്ഷേ ഞാൻ പാഴ്വാക്കായി ഒന്നും പറഞ്ഞില്ല എന്ന് തോന്നുന്നു. തൻ്റെ വാക്കുകൾ ഭഗവാന്റെ പാദങ്ങളിൽ സമർപ്പിച്ചോട്ടെ. നമോവാദം. സമാദരണീയനായ ശ്രീനാരായണ ധർമ്മസംഘ ട്രസ്റ്റിൻ്റെ അധ്യക്ഷൻ ബ്രഹ്മശ്രീ സച്ചിദാനന്ദ സ്വാമികൾ, ധർമ്മസംഘത്തിൻ്റെ ജനറൽ സെക്രട്ടറി ശുഭാംഗാനന്ദ സ്വാമികൾ, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന സമാദരണീയരായ സന്യാസി ശ്രേഷ്ഠന്മാരെ, ഇവിടെ എത്തിയിരിക്കുന്ന ഗുരുഭക്തരെ, ഇന്ന് ശ്രീനാരായണ ധർമ്മസംഘം ഉദയം ചെയ്ത ഈ കൂർക്കാഞ്ചേരി മഹേശ്വര ക്ഷേത്ര സന്നിധിയിൽ നമ്മൾ വീണ്ടും ഒത്തുകൂടിയിരിക്കുകയാണ്. ഒരുപക്ഷെ ഈ പ്രദേശങ്ങൾ മറ്റേത് പ്രദേശത്തെക്കാളും വളരെ ധന്യമാർന്ന ഒരു പ്രദേശമാണ്. തൃശ്ശൂർ ജില്ല എന്ന് പറയുന്നത് തന്നെ ഏറ്റവും കൂടുതൽ ഗുരുദേവ ആശ്രമങ്ങൾ സ്ഥിതി ചെയ്യുന്ന ഒരു ജില്ലയാണ്. ശ്രീനാരായണ ഗുരുദേവൻ ഏറ്റവും കൂടുതൽ സഞ്ചാരം നടത്തി അതിൻ്റെയൊക്കെ പുണ്യമാർന്ന ഒരു പ്രദേശമാണ് ഈ കൂർക്കാഞ്ചേരിയും കൊടുങ്ങല്ലൂരും പെരിങ്ങോട്ടുകരയും മലപ്പാടും മണപ്പുറവും ഒക്കെ ചേരുന്ന ഈ ഒരു ഏരിയ, ഈ ഒരു പ്രദേശം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളൊക്കെ വളരെ ധന്യവാന്മാരാണ്. ഈ പ്രദേശം ഗുരുവിൻ്റെ പാദസ്പർശം കൊണ്ട് ധന്യമാണ്.
ഒപ്പം തന്നെ വളരെ ദുഃഖകരമായിട്ടുള്ള ഒരു സംഗതി, ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും വളരെയധികം ഒരു ക്ഷേത്രത്തിൽ തന്നെ, ഒരു ക്ഷേത്രത്തിൻ്റെ കോമ്പൗണ്ടിൽ തന്നെ ഏറ്റവും കൂടുതൽ ഉപദേവന്മാരെ കൊണ്ട് നടക്കാൻ വയ്യാത്ത ഒരു മേഖലയുണ്ടെങ്കിൽ അതൊരു പക്ഷേ അതും ഈ ഒരു പ്രദേശം തന്നെയായിരിക്കും മറ്റു പ്രദേശങ്ങളെക്കാൾ കൂടുതൽ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഗുരുദേവൻ എന്തൊക്കെയാണോ നമുക്ക് പിഴുതു മാറ്റിയിട്ട് സാത്വികമായിട്ടുള്ള ദൈവങ്ങളെ നമുക്കായി പ്രതിഷ്ഠിച്ച് തന്നോ, അതെല്ലാം തന്നെ ഈ ഒരു നൂറ്റാണ്ട് കഴിഞ്ഞപ്പോൾ കിണറ്റിലിട്ടതും അതേപോലെ തന്നെ കടലിൽ ഒഴുക്കിയതും ഒക്കെ ദൈവങ്ങളെല്ലാവരും തന്നെ, അതൊക്കെ നമ്മൾ കേട്ടാൽ തന്നെ പേടി തോന്നുന്ന പല പേരുകളിൽ ഇന്ന് ക്ഷേത്രങ്ങളുടെ ഓരോരോ മുക്കിലും മൂലയിലും എല്ലാം ഇങ്ങനെ ഉദയം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വല്ലാത്ത സവിശേഷതയിലാണ് ഇരിക്കുന്നത്. ഗുരുദേവൻ ഒരിക്കല് വൈദിക മഠത്തില് വൈദികം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ ഗുരുവിന്റെ ശിഷ്യനായിരുന്ന ഒരു വ്യക്തിയോട് പറഞ്ഞു, പൂണൂരിനെ കുറിച്ച് പറയുമ്പോൾ കൊള്ളാമല്ലോ, ഇത് താക്കോൽ കെട്ടാൻ കൊള്ളാമല്ലോ എന്ന് പറഞ്ഞു. അത് ജയവിജയന്മാരുടെ അച്ഛനോടായിരുന്നു. അപ്പൊ അന്ന് ഈ പറയുന്ന പൂണൂരിനെ കുറിച്ചും ഈ പറയുന്ന ആർജിത ബ്രാഹ്മണ്യത്തെ കുറിച്ചൊക്കെ ഗുരുദേവൻ വളരെ തള്ളി പറയുകയും, ഒരു ക്ഷേത്രത്തില് അവിടെ പ്രതിഷ്ഠ കഴിഞ്ഞതിന് ശേഷം ആരാണ് ഇനി തിരികെത്തിക്കാനുള്ളത് എന്ന് പറഞ്ഞപ്പോ ഒരാൾ പറഞ്ഞു, ഇതിനടുത്തൊരു ഇളയതുണ്ട്, അദ്ദേഹം വന്ന് വിളക്ക് കത്തിച്ചോളൂ എന്ന് പറഞ്ഞപ്പോ ഗുരുദേവൻ ഏറ്റവും സംക്ഷിപ്തമായിട്ടാണ് ഗുരുദേവൻ എപ്പോഴും വാക്കുകൾ ഉപയോഗിക്കുന്നത്. അപ്പൊ ഗുരുദേവൻ പറഞ്ഞു, കൊള്ളാമല്ലോ, പോയതെല്ലാം തിരിച്ചു വന്നുകൊള്ളുമല്ലോ എന്ന് പറഞ്ഞു. ഇന്നിപ്പോ നമ്മളുടെ ക്ഷേത്രങ്ങളിലെല്ലാം ചെന്ന് കഴിഞ്ഞാൽ ഇവിടെ എല്ലാം വളരെയധികം ആർജിത ബ്രാഹ്മണന്മാരാണ്. അപ്പൊ കഴിഞ്ഞ ദിവസം നരസിംഹാശ്രമത്തില് ഗുരുദേവന്റെ പ്രതിഷ്ഠ, പഞ്ചലോഹ പ്രതിഷ്ഠ വെക്കുന്ന ഒരു അവസരം വന്നപ്പോ ഞാൻ ശിവഗിരിയുടെ തന്ത്രിയായിട്ടുള്ള ശിവനാരായണ തീർത്ഥസ്വാമിയോട് പറഞ്ഞു, എന്തായാലും ഇങ്ങോട്ടേക്ക് പൂജയ്ക്ക് വരുന്നതിന് ആർജിത ബ്രാഹ്മണന്മാരെ ദയവായിട്ട് വിടണ്ട, അല്ലാതുള്ളവരെ മാത്രം വിട്ടാൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് നമ്മുടെ സ്വത്വബോധത്തെ കുറിച്ചൊരു ബോധ്യമില്ലാത്തത് കൊണ്ട് നമ്മൾ വേറെ എന്തിന്റെ എല്ലാമോ പുറകെ പോകുന്ന ഒരു ദുരന്തത്തിലേക്കാണ് നമ്മൾ വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ചരിത്രം പഠിക്കേണ്ടിയിരിക്കുന്നു, നമ്മൾ ആധ്യാത്മികതയെ കുറിച്ച് പഠിക്കേണ്ടിയിരിക്കുന്നു, ഗുരുദേവൻ ഉപദേശിക്കുന്ന വൈദികതയെ കുറിച്ചൊക്കെ പഠിക്കേണ്ടിയിരിക്കുന്നു. അതിനൊക്കെ നമുക്ക് അവസരം ഉണ്ടാവണം. അതിനൊക്കെയുള്ള വേദികളാവട്ടെ ഇങ്ങനെയുള്ള സമ്മേളനങ്ങളും മീറ്റിങ്ങുകളും വാർഷികങ്ങളും എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാൻ ഉള്ളൂ. എന്തായാലും സമയം വൈകിയിരിക്കുകയാണ്, ഞാൻ അധികം നീട്ടുന്നില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും നമസ്കാരം. ആരാധനായ ധർമ്മസംഘം പ്രസിഡന്റ് ശ്രീ ശ്രീമത് സച്ചിദാനന്ദ സ്വാമികൾ, ജനറൽ സെക്രട്ടറി ശ്രീ സുഭാനന്ദ സ്വാമികൾ, ട്രഷറർ ശ്രീ ശാരദാനന്ദ സ്വാമികൾ, മറ്റ് സന്യാസിവര്യരെ, ബഹുമാന്യ ഗുരുജനങ്ങളെ, ഈ തൃശ്ശൂർ ഈ അമ്പലമൊക്കെ എന്നെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ആത്മബന്ധമുള്ളതാണ്. എൻ്റെ അച്ഛൻ ഇവിടെ അടുത്ത് തന്നെയുള്ള രാമാനന്ദ സ്വാമി ആശ്രമത്തിൽ നിന്നാണ് വൈദ്യം പഠിച്ചത്. 8-10 കൊല്ലം അച്ഛൻ അവിടെ തന്നെ ആയിരുന്നു. അതിനുശേഷം ഇരിഞ്ഞാലക്കുട വന്നിട്ടാണ് ഇതൊക്കെ തുടങ്ങിയതെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരുമ്പോൾ രാമാനന്ദ സ്വാമിയെ കാണാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ അച്ഛൻ്റെ ജീവിതത്തിൽ വളരെയധികം സ്വാധീനം ചെലുത്തിയിട്ടുള്ള മറ്റു 2 പേരായിരുന്നു നരസിംഹസ്വാമികളും ധർമ്മതീർത്ഥസ്വാമികളും. നരസിംഹസ്വാമികളെ കാണാൻ എനിക്ക് ഭാഗ്യം ഉണ്ടായിട്ടില്ല. ധർമ്മതീർത്ഥസ്വാമികളെ ഒരുപാട് പ്രാവശ്യം കണ്ടിട്ടുണ്ട്. അതിനുശേഷവും അച്ഛനും ശിവഗിരി മഠവുമായിട്ടുള്ള ബന്ധം കൊണ്ട് അവസാനത്തെ മഠാധിപതിയായിരുന്ന ശങ്കരാനന്ദ സ്വാമികൾ, പിന്നീട് പ്രസിദ്ധനാരായണ നിത്യാനന്ദ സ്വാമി, ഗീതാനന്ദ സ്വാമി, ഇവരെ എല്ലാവരെയും പലപ്പോഴും കാണുവാനും അവരുടെയൊക്കെ അനുഗ്രഹങ്ങൾ വായിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അതൊക്കെ എൻ്റെ ജീവിതത്തിലെ വലിയ ഭാഗ്യമാണ്. ആ ഭാഗ്യം തന്നെയാണ് ഇപ്പോഴും എൻ്റെ അച്ഛൻ ചെയ്തിട്ടുള്ള സൽക്കർമ്മങ്ങളുടെ ഭാഗ്യവും ഫലവും ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് എൻ്റെ വിശ്വാസം. ഇന്നിവിടെ വരാൻ പറ്റിയതും നിങ്ങളെല്ലാവരെയും കാണാൻ സാധിച്ചതും എനിക്ക് അതിയായ സന്തോഷമുണ്ട്. ഈ പരിപാടി വളരെ വളരെ
എന്താ പറയുക, പ്രാധാന്യമുള്ളതും ചരിത്രപരമായും വൈകാരികമായും പ്രാധാന്യമുള്ള ഒന്നാണ്. എൻ്റെ കൂടെ ശാരദാനന്ദ സ്വാമി പറഞ്ഞ ഒരു കാര്യം, ദുഃഖകരമായ ഒരു കാര്യം, ഗുരുദേവൻ പുറത്താക്കിയിട്ടുള്ളവരെല്ലാം കുറേശ്ശെയായിട്ട് അടുത്തേക്ക് വന്നു തുടങ്ങിയെന്നുള്ളതാണ്. ഈ അടുത്ത കാലത്ത് ഒരു 1-2 വിവാഹവേദികളിൽ വെച്ച് സാധാരണ പൂണൂലില്ലാത്ത കർമ്മികൾ അതിനുവേണ്ടി മാത്രം പൂണൂൽ ധരിച്ചു കൊണ്ടുവന്നിരിക്കുന്നത് കണ്ടപ്പോൾ സത്യത്തിൽ വിഷമം തോന്നി. സ്വാമി പറഞ്ഞത് ശരിയാണ്. കുറേശ്ശെ ആ പുറത്തുവിട്ട അനാചാരങ്ങളും എല്ലാം വന്നു തുടങ്ങുന്നുണ്ട്. അതിനെ നമ്മളെല്ലാം ശ്രദ്ധിക്കണം, അത് തടയണം എന്ന് ആത്മാർത്ഥമായി അതിനുവേണ്ടി ശ്രമിക്കണം എന്നെൻ്റെ ചെറിയ ഒരു അപേക്ഷ. നിങ്ങൾക്ക് നന്ദി, നമസ്കാരം. വിശിഷ്ട ഇവിടെ ഈ യോഗത്തിന് എത്തിച്ചേർന്ന പ്രിയപ്പെട്ട ശ്രീനാരായണ ഗുരുദേവ ഭക്തരെ, എന്തായാലും സമയം വളരെ അധികരിച്ചുകൊണ്ട് വലിയ കാര്യങ്ങളിലേക്കൊന്നും കിടക്കുന്നില്ല. ഗുരുധർമ്മ പ്രചരണ സഭയുടെ തന്നെ 1-2 പേര് ഇവിടെ സംസാരിക്കാനുണ്ട്. ഒന്ന് മാതൃസമിതിയുടെയും ക്ഷേത്രത്തിൻ്റെ മാതൃസമിതിയുടെയും ഗുരുധർമ്മ പ്രചരണ മാതൃസമിതിയുടെയും സെക്രട്ടറി ആയിട്ടുള്ള അജിത സന്തോഷുണ്ട്. പിന്നെ സംഘടനയുടെ ജില്ലാ പ്രസിഡന്റ് ബാലേട്ടുണ്ട്. അവർക്കെല്ലാവർക്കും വേണ്ടി, അതുപോലെ ഇവിടെ എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഞാൻ സമർപ്പിക്കുന്നത്. എല്ലാവരും ഇതിനോട് സഹകരിച്ച് വലിയ ഒരു കാര്യമായിട്ട് നമുക്കിവിടെ അതിനുവേണ്ടി എല്ലാ ഒരുക്കങ്ങളും ശ്രീ മഹേശ്വര ക്ഷേത്രം നൽകിയതിലുള്ള സന്തോഷവും ഈ അവസരത്തിൽ പങ്കുവെച്ചുകൊണ്ട് കൂടുതൽ കാര്യങ്ങൾക്ക് കിടക്കില്ല. അതുപോലെ ഗുരുധർമ്മ പ്രചരണ സഭയിലെ അംഗത്വം എടുത്ത കുറച്ച് ആളുകളുടെ ഫോം കാര്യങ്ങൾ ഇന്ന് ഇവിടെ വെച്ചിട്ട് സ്വാമിക്ക് ഞാനിപ്പോൾ ഏൽപ്പിക്കുകയാണ്. അങ്ങനെ ഒരു ചടങ്ങ് കൂടിയും അനുവദിക്കണമെന്ന് അധ്യക്ഷനോട് അപേക്ഷിക്കാം. ശ്രീനാരായണ ധർമ്മസംഘത്തിൻ്റെ 98ാം സ്ഥാപക ദിനമായ ഇന്ന് ഈ വേദിയിൽ അധ്യക്ഷത വഹിക്കുന്ന ശ്രീ ശുഭാനന്ദ സ്വാമികൾ, ജനറൽ സെക്രട്ടറി ശിവരി മഠം, അദ്ദേഹത്തിന് നിങ്ങൾക്ക് വേണ്ടിയും SNDP യോഗത്തിന് വേണ്ടിയും നന്ദി രേഖപ്പെടുത്തിക്കൊള്ളട്ടെ. ഈ യോഗം ഉദ്ഘാടനം ചെയ്ത ബ്രഹ്മശ്രീ സച്ചിദാനന്ദ സ്വാമി പ്രസിഡന്റ് ശ്രീനാരായണ സ്വാമി, നമുക്ക് തൃശ്ശൂർക്കാർക്ക് എല്ലാവർക്കും നല്ല പരിചയമുള്ള സ്വാമിയാണ്. നല്ല സന്തോഷത്തോടുകൂടി SNDP യോഗത്തിൻ്റെ ആദരവും നമ്മളെല്ലാവരും നന്ദി പറഞ്ഞുകൊള്ളട്ടെ. അനുഗ്രഹ പ്രഭാഷണം നടത്തിയ ശാരദാനന്ദ സ്വാമികൾക്ക് നന്ദി പറഞ്ഞു. അതുപോലെ തന്നെ ഇന്ന് ഈ വേദിയിൽ വിശിഷ്ട വ്യക്തികളായി എത്തിച്ചേർന്ന എല്ലാ സ്വാമി ഭക്തന്മാർക്കും ശ്രീനാരായണ ഗുരുദേവ പ്രസ്ഥാനങ്ങൾ വിശ്വസിക്കുന്ന എല്ലാവർക്കും, വേദിയിലെയും സദസ്സിലെയും ബോർഡ് അംഗങ്ങൾക്കും എല്ലാവർക്കും ഒറ്റവാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.
ഓം നമോ നാരായണായ.